ആളുകളെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ആ തെരഞ്ഞെടുത്ത സമയത്ത് ഈ ഗവൺമെന്റ് ആണ് വന്നത് എന്നുള്ളത് കൊണ്ട് ജനത്തിനോട് ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എല്ലാ ആളുകളെയും നേരിട്ട് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല. അവർ ധരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്നത് LDF ഗവൺമെന്റ് ആണ്. ആ LDF ഗവൺമെന്റ് ആണ് 10,159 കോടി രൂപ 2026-27 ബജറ്റിൽ വകയിരുത്തിക്കൊണ്ട് അത് മാറ്റിവെച്ചത്. എന്നാൽ ഈ ബജറ്റ് അത്തരമൊരു മാറ്റിവെപ്പ് 20% ശരിക്കും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാറ്റിവെക്കേണ്ടതാണ്. അങ്ങനെ ഈ ബജറ്റിൽ അത് ആ രൂപത്തിലേക്ക് പോലും മാറ്റിവെച്ചിട്ടില്ല. ഒന്നാം ഗഡു തന്നെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് 1-2 ദിവസം മുമ്പാണ്. ഇന്നലെയാണ് പത്രത്തിൽ വായിച്ചത്. അനുവദിച്ച തുകയുടെ ഒന്നാം ഗഡു ഇപ്പൊ അധികാരത്തിൽ വന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിലാണ് ഗവൺമെന്റ് ഓർഡർ ആക്കിയുള്ളത്. അപ്പൊ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ രൂപത്തിലേക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്. എന്നാൽ ഗവൺമെന്റ് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വലിയ ശ്രദ്ധയാണല്ലോ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്ന പോലെ തന്നെ 1 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന വീടുകളുടെ ലൈഫ് പദ്ധതിയിൽ വരുന്ന വീടുകളുടെ പണി പൂർത്തീകരിക്കാനുണ്ട്. ഈ വീടുകൾക്കൊക്കെ എങ്ങനെ പണം കൊടുക്കാൻ കഴിയും? കാരണം ഈ പണമൊക്കെ ഇതിൽ ഉൾപ്പെട്ടതാണ്. അതില് ഏറ്റവും കൂടുതലുള്ളത് SC-ക്കാർക്ക് 26,000 ചില്ലാൻ വരുന്ന വീടുകള് SC വീടുകളുണ്ട്. 6,000 ചില്ലാനും വരുന്ന വീടുകള് ST വീടുകളുണ്ട്. ഈ വീടുകളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ 1,07,000 ചില്ലാനം വരുന്ന വീടുകളുടെ പണി ജനറലും SC-യും ST-യും ആയിക്കൊണ്ട് 1 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന വീടുകളുടെ പണി അവിടെ അവതാളത്തിലാവുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത് ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ. അത് ബാധിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോ ഞാനും നിങ്ങളുമൊക്കെ വീടുകളിൽ ഇരുന്നാൽ മതിയോ? അത് കഴിയില്ല. കാരണം നമ്മൾക്കറിയാം, ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ സമരം മുനിസിപ്പാലിറ്റിക്ക് മുമ്പാകെ പ്ലാൻ ചെയ്തിരുന്നത്. അത് അന്ന് ആകെ നമ്മുടെ മലബാർ മേഖലയിലും മറ്റ് മേഖലയിലുമൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ സമരം അന്നത്തെ ദിവസം മാറ്റിവെക്കാൻ വേണ്ടി LDF തീരുമാനിച്ചത്. അത് എന്നതുപോലെ തന്നെ 2018 വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആയിരക്കണക്കിന് ആളുകൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഈ പ്രാവശ്യം ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പില് അന്നത്തെ 2018-2019 ദുരിതാശ്വാസ ക്യാമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ആ ദുരിതാശ്വാസ ക്യാമ്പില് ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. കാരണം എന്താ? യഥേഷ്ടം സാധനങ്ങൾ കൊടുക്കുന്നതിനും അത് ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെന്റ് പോയിട്ട് പൊന്നാനിയിലോ അതല്ലെങ്കിൽ പിണറായിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും അതിസമ്പന്നന്റെ വീട്ടിൽ പോയി കോഴിക്കാല് കടിച്ചു തിന്നാൻ വേണ്ടി നിന്ന സമയമല്ല ആ സമയം എന്നുള്ളത് നമ്മൾ ഓർത്തു പോകണം. 2018 ആഗസ്റ്റ് 18-നാണ് ഈ പ്രദേശത്തൊക്കെ വെള്ളം കയറി വന്നത്. എന്റെ വീട്ടിൽ ആഗസ്റ്റ് 18-നാണ് വെള്ളം കയറിയത്. അന്ന് ആ സമയത്താണ് നമ്മൾ ഒരു ഭരണാധികാരിയുടെ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ലോകത്തിനാകെ മാതൃക കാണിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി അന്ന് ആഗസ്റ്റ് 19-ന് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ക്യാൻസർ അസുഖവുമായി ബന്ധപ്പെട്ട് അന്ന് ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി കാലയെ കൂട്ടി തീരുമാനിച്ച ദിവസമാണ്. അന്ന് എന്താണ് ഒരു ഭരണാധികാരി ചെയ്തത്? അത് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ് ചെയ്തത്. ഇപ്പോ ഇതിനെ ചോദ്യം ചെയ്തപ്പോ പൊന്നാനിയിൽ വന്ന് നമ്മുടെ മുഖ്യമന്ത്രി ആകെ വെള്ളത്തില് നമ്മുടെ ഈ പ്രദേശമാകെ വെള്ളക്കെടുതിയിൽ ആ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോ ചില ആളുകൾ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് പട്ടിണി കിടക്കണോ? എനിക്കെന്താ ഭക്ഷണം കഴിച്ചൂടെ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. നിങ്ങൾ നല്ലപോലെ ഭക്ഷണം കഴിച്ചോളൂ. ഇവിടെ പാണക്കാട് വന്നു കഴിഞ്ഞാൽ നല്ല ആട്ടിന്റെ മന്തി കിട്ടും, അത് കോഴിക്കാലിലെ നല്ല ബിരിയാണി കിട്ടും. അതൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ എപ്പോഴാണ് അതൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തേണ്ടത്? സമയം കണ്ടെത്തേണ്ടത് കേരളത്തിലെ 3.25 കോടി വരുന്ന ജനത ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴല്ല ഒരു ഭരണാധികാരി ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഈ ജ്വല്ലറിയുടെ നാടമുറിക്കുന്നതിന് വേണ്ടി ഓടി നടക്കേണ്ടത് ഈ സമയത്തല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. അല്ലാതെ നിങ്ങൾ ബിരിയാണി കഴിക്കേ മന്തി കഴിക്കേ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഭരണാധികാരിയാണ്. അത് എന്ന് മാത്രമല്ല, ഈ ഭരണാധികാരി
ഈ സമയത്ത് ഈ പറഞ്ഞ രൂപത്തിലേക്ക് ക്യാമ്പുകളിൽ വലിയ ആക്ഷേപങ്ങളാണുള്ളത്. കുറഞ്ഞ ക്യാമ്പുകളാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. കാരണം അത്രത്തോളം ഭയാനകമായ രൂപത്തിലുണ്ടായിട്ടില്ല. പക്ഷെ അന്ന് നമ്മൾ കണ്ടുപോകണം, ആ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിയിട്ട് ക്യാമ്പുകളിൽ സ്ഥലമില്ലാത്ത സമയം ഉണ്ടായപ്പോ പറഞ്ഞ് ഇനി നീ ഈ സ്ഥലത്തേക്ക് ഇനി സാധനം വേണ്ട എന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് കൊണ്ടുവരുന്നവരോട് പറഞ്ഞതാണ്. എങ്ങനെ ഈ സാധനങ്ങളൊക്കെ ക്യാമ്പിലേക്ക് എത്തിപ്പെടാനുണ്ടായത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഗൗരവം ആ രൂപത്തിലേക്ക് ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിച്ചത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അത് സാധ്യമായത്. പഴയ വസ്ത്രങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, പുതിയ വസ്ത്രങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. എന്നാൽ ആ പ്രതിസന്ധി ഈ ഗവൺമെന്റിനുണ്ടോ? ഈ ഗവൺമെന്റിനില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ്, മുൻഗണന എന്താണ്? അവിടെയാണ് ഉദ്ഘാടന പ്രസംഗം പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞത്. വീര്യം കുറഞ്ഞ് മദ്യം കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ മക്കാടി കമ്പനിന്റെ പിന്നാലെ നടക്കാണ് ആര്? നമ്മുടെ വി.ഡി. സതീശൻ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ അദ്ദേഹം നേരെ പോയത് എങ്ങോട്ടാണ്? മംഗലാപുരത്തേക്കാണ് പോയത്. ആരുടെ കൂടെ പോയത്? നമ്മുടെ ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തുമായി കള്ളവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കളവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്ത ഒരു പ്രതിയാണ് അദ്ദേഹത്തിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടോ ഇത് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. എന്നിട്ട് പത്രക്കാരും ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ പത്രക്കാർ ചോദ്യം എന്താ പറഞ്ഞ്, ഞാൻ ആര്യാടന്റെ ഒരു ബന്ധുവുണ്ട് അവിടെ, അയാളെ കാണാൻ വേണ്ടി പോയതാണെന്ന്. അപ്പോഴാണ് ആര്യാട് ഇവിടെ അസുഖമായി കിടക്കുമ്പോ കാണാൻ വരാത്ത വി.ഡി. സതീശനാണ് പറഞ്ഞത് ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ പോയെന്നുള്ളത്. ഇതാണോ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? ഒരു ഭരണാധികാരി സുതാര്യമായിരിക്കണം. അന്ന് ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. എന്തിനാ ഉപയോഗിച്ചത്? ഹെലികോപ്റ്റർ വാടക ഉപയോഗിച്ചെന്തിനാ? മനുഷ്യ ജീവന് അപകടകരമായ രൂപത്തിലേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ. അല്ലാതെ അമ്മായിയപ്പന്റെ അസുഖം കാണാനല്ല ഈ കേരളത്തിന്റെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വാഹന സൗകര്യം ഏർപ്പെടുത്തേണ്ടത്. എന്നിട്ട് അത് ചോദ്യം എന്താ പറയാണ്, ഞാന് എറണാകുളത്ത് കൊച്ചിയിലുള്ള ചില ആളുകളെ കാണാൻ വേണ്ടി അവര് വൈകുന്നേരം പോകുന്നു. അപ്പോ ഒരു സംശയം വരെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാനാണ് എല്ലാരും വരേണ്ടത്. മുഖ്യമന്ത്രി അങ്ങോട്ട് കാണലല്ല, ഈ ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ. അപ്പൊ ആരാണ് ഈ ഇൻവെസ്റ്റേഴ്സ്? ചോദ്യം വരികയാണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിലേക്ക് കള്ളത്തരവുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് അദാനിയുടെയും അതേപോലെ ഈ സർക്കാരിന്റെയും കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. നമുക്കറിയാം 25% വരുന്ന ഓഹരി വിഴിഞ്ഞത്ത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റിന് മുൻകൂട്ടി അനുവാദം വേണം. MSC എന്ന് പറയുന്ന ലോകോത്തര മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിക്ക് 49% ഓഹരി ഒരാളോടും അന്വേഷിക്കാതെ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോ അതിനെതിരെ കമായുന്നൊരു അക്ഷരമുണ്ടാത്തത് ഈ പറഞ്ഞ ഡീലിന്റെ ഭാഗമല്ലേ? അത് നിങ്ങൾ ഒരു ദുരന്തം അനുഭവിക്കുന്ന ജനതയല്ല നിങ്ങൾ കാണുന്നത്. അതിന് സംസാരിക്കാൻ വയ്യ. സംസാരിക്കുമ്പോ ഇതാണ് പ്രശ്നം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? നിങ്ങൾ തിരുത്തണം, ജനങ്ങളെ കാണണം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അല്ലാതെ ജനങ്ങളുടെ ഈ പറഞ്ഞ ഈ പിച്ചച്ചട്ടിയിൽ മണ്ണിട്ടുന്ന രൂപത്തിലേക്ക് കൈയിട്ട് വാരുന്ന രൂപത്തിലേക്കല്ല നിങ്ങൾ പണം കണ്ടെത്തേണ്ടത്. അതാണ് 1533 കോടി രൂപ 55 ലക്ഷം രൂപ വരെ വരുന്ന പണം നിങ്ങൾ വെട്ടിക്കുറച്ചത്. അത് പുനഃസ്ഥാപിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ഇത് നിങ്ങൾ എവിടെ കണ്ടെത്തും? നിങ്ങൾ ഈ പറഞ്ഞ ആ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നിങ്ങൾക്കറിയാം 115 മില്യൺ വൈദ്യുതി ആവശ്യമുള്ള സമയത്ത് ഈ കേരളത്തിലെ സർക്കാർ വൈദ്യുതി കട്ട് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ കർക്കടക മാസത്തിൽ പോലും അത്ര വൈദ്യുതിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പോലും വൈദ്യുതി കട്ട് ഏർപ്പെടുത്തിയ ഒരു സർക്കാരാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിയും വി.ഡി. സതീശനും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. അവിടെ കൊണ്ട് ഒതുങ്ങിയ ജനതയെ ഏതൊക്കെ രൂപത്തിലേക്കാണ് കഷ്ടപ്പെടുത്തുന്നത്? പല വഴിക്കും കഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉയർത്തിയ PMCയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു. ഇപ്പൊ ചില ആളുകളൊക്കെ കടപ്പുറത്ത് പോയി നോക്കുകയാണ്. അറബിക്കടല് നമ്മളവിടെ അടുത്താണ്, പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി കടലിന്റെ പേര് അറബിക്കടൽ എന്നാണ്. ആ അറബിക്കടലിൽ പോയി നോക്കുകയാണ്. കെട്ടുകളൊക്കെ പോയി നോക്കുന്നതിന് പല ആളുകൾ എന്താ നിങ്ങള്? നമ്മുടെ തൊട്ടടുത്തുള്ള വേങ്ങരയിലുള്ള MLA പറഞ്ഞിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് സമയത്ത്
PMC ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാക്കിയല്ലേ നിങ്ങള്? ആ വിവാദം ഉണ്ടാക്കിയ ആളുകൾ അന്ന് സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ നടപ്പിലാക്കേണ്ട തീരുമാനിച്ചു. അങ്ങനെ അതിനെ സംബന്ധിച്ച് ഈ VD സതീശൻ നുണേശൻ എന്നാണ് ഞങ്ങൾ പറയാ. കാരണം വായിൽ നിന്ന് നുണയല്ലാതെ പറയാത്ത ഒരു നുണ തന്നെ പറയുള്ളൂ എന്ന് ശപഥം ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പറയാണ് നിങ്ങൾ ധാരണാപത്രത്തിന് ഒപ്പുവെച്ചു, അതുകൊണ്ട് പിൻവലിക്കാൻ കഴിയില്ല. അപ്പോഴാണ് കോൺഗ്രസിന്റെ രാജ്യസഭ MP JB മേത്തർ ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? നമ്മുടെ കേരള സംസ്ഥാനം ഈ ഇതിലുണ്ടോ, PMC പദ്ധതി ഉൾപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ഉത്തരം കൊടുക്കുകയാണ്, ഇന്ത്യ രാജ്യത്ത് തമിഴ്നാടും കേരളവും ഈ പദ്ധതിയിലില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ നമ്മുടെ അബ്ദുൽ വഹാബ് രാജ്യസഭ MP ആണ്. ആരുടെ? മുസ്ലിം ലീഗിന്റെ രാജ്യസഭ MP ചോദ്യം ചോദിക്കുകയാണ്, ഈ MOUയിൽ ഒപ്പുവെച്ചാൽ അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റും എന്നുള്ളത് പറഞ്ഞത് ഞങ്ങളല്ല, നിങ്ങളുടെ MP കൊടുത്ത ചോദ്യത്തിനാണ്. അതോടുകൂടി നിങ്ങളുടെ ഈ തിരിച്ചുള്ള ആരോപണത്തിനുള്ള മറുപടിയായി. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഈ രൂപത്തിലേക്ക് ജനതയെ ഈ കഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഇന്നലെ ഉണ്ടായ ഒരു തീരുമാനമുണ്ട്. എന്ത്? സർവീസ് ബാങ്കുകള് പണം പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കൂടിയാണ്. നിങ്ങൾ എന്തൊക്കെ തെരഞ്ഞെടുപ്പിന് ജനങ്ങളോട് പറഞ്ഞത്? എല്ലാ KSRTC-യിലും സൗജന്യം. ഇപ്പോ ഈ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ഉള്ള സകല KSRTC വണ്ടിയിലും സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഈ CP ജോൺ ഇവിടെ വരുന്നുണ്ട്. CP ജോൺ പറയാണ് കേറുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലേക്ക്. അപ്പൊ സ്ത്രീകൾ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങളാരും നിങ്ങളുടെ വീട്ടുപടിക്ക് ഞങ്ങൾക്ക് സൗജന്യം തരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല, നിങ്ങളാണ് പറഞ്ഞത്. ഇപ്പോ പരിമിതപ്പെടുത്തി. അതേപോലെ ആശക്കാർക്ക് 21,000 രൂപ ആദ്യത്തെ മന്ത്രിസഭയിൽ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഗവൺമെന്റാണ് വെറും 3,000 രൂപ. LDF 9,000 രൂപയാണ് വ്യത്യസ്ത ഘട്ടങ്ങളായി കൂട്ടിക്കൊടുത്തത്. ഇതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. ഇത് ജനങ്ങള് ആ രൂപത്തിലേക്ക്, വലിയ രൂപത്തിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ പോവുക. നിങ്ങൾക്ക് ചില പ്രിവിലേജ് ഉണ്ട്, ഞങ്ങൾക്ക് കിട്ടാത്ത പ്രിവിലേജ് ഉണ്ട്. എന്താ പ്രിവിലേജ്? ഇപ്പൊ നമുക്കറിയാം, ഈ എലിപ്പനിയും മറ്റുള്ള ഈ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് മര്യാദക്ക് വർക്കർ കാത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എലിപ്പനി വ്യാപിക്കുകയാണ്, വ്യത്യസ്തമായ രോഗങ്ങൾ വ്യാപിക്കുകയാണ്, ആളുകൾ മരണപ്പെടുകയാണ്. ആ സമയത്ത് ഈ മുരളിക്കെതിരായ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്കെതിരായിക്കൊണ്ട് കമ എന്നൊരു അക്ഷരമുണ്ട്. മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം ഇതൊന്നും തയ്യാറല്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജാണ്. ആ പ്രിവിലേജിന്റെ ഫലത്തിലാണ് നിങ്ങളിത് തയ്യാറാവുന്നെങ്കിൽ, നിങ്ങൾ ഭരിക്കുന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, മലയാള മനോരമയുടെയോ മാതൃഭൂമിയുടെയോ മാധ്യമത്തിന്റെയോ താരാട്ടുപാട്ട് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല CPM-ഉം LDF-ഉം. അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഞങ്ങളുടെ വായിലെ നാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വസ്തുതാപരമായ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള വരും കാലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. നിങ്ങളാകെ കയറിയിട്ട് കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് വലിയ ഈ കൊള്ളയും അതേപോലെ ജനങ്ങളെ കഷ്ടപ്പെടുന്ന കുറഞ്ഞ സമയം കൊണ്ടാണ്. അപ്പോ ഈ രൂപത്തിലേക്ക് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവാൻ ഈ തയ്യാറായി കഴിഞ്ഞാൽ ഇനിയും ഈ രൂപത്തിലേക്കാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ ഞങ്ങൾ സർവശക്തിയും എടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരായിക്കൊണ്ട് ഒരു വലിയ ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരസഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.